ശബരിമലയിൽ പുതിയ ദർശന രീതി 18ാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് ഫ്ലൈ ഓവർ ഒഴിവാക്കി നേരിട്ട് ദർശനം നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മീനമാസ പൂജയ്ക്കായി മാർച്ച് 14-ന് നട തുറക്കുമ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഭക്തരെ കടത്തിവിടാനാണ് തീരുമാനം. 18ാം പടി കയറിയെത്തുന്ന ഭക്തർ നിലവിൽ ഫ്ലൈ ഓവർ വഴി ചുറ്റിയാണ് ദർശനം നടത്തുന്നത്. പരമാവധി 4-5 സെക്കൻഡ് നേരമാണ് പ്രാർത്ഥിക്കാൻ അവസരവും കിട്ടുന്നത്. പുതിയ പ്ലാൻ അനുസരിച്ച് പടി കയറിയെത്തുന്ന ഭക്തർ ഫ്ലൈ ഓവറിലേക്ക് പോകേണ്ട. 18ാം പടി കയറിയെത്തുന്ന തീർത്ഥാടകരെ നേരിട്ട് ശ്രീകോവിലിന് മുന്നിലേക്ക് കടത്തിവിടുന്നതാണ് രീതി. കൊടിമരത്തിന്റെ ഇരുവശങ്ങളിലൂടെ ശ്രീകോവിലിന് മുന്നിലേക്ക് പ്രവേശിക്കാം. പുതിയ വഴിയിലൂടെ വരുമ്പോൾ ദർശനത്തിന് 20 സെക്കൻഡ് വരെയെങ്കിലും സമയവും ലഭിക്കും. വിഷുവിന് ഈ പ്രവർത്തന രീതി വിജയകരമായാൽ തുടർന്ന് ശബരിമലയിൽ ഈ ദർശന രീതിയാകും അവലംബിക്കുക. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര്, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ, ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്റർ S. ശ്രീജിത്ത് IPS എന്നിവരുമായുള്ള ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് ചരിത്രപരമായ തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുന്നത്. പുതിയ സംവിധാനം ഏർപ്പെടുത്താൻ തന്ത്രിയുടെയും ഹൈക്കോടതിയുടെയും അനുമതി ലഭിച്ചിരുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. നമുക്കറിയാം, ശബരിമലയിൽ എത്തുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഭഗവാനെ കൊടിമരച്ചൂട്ടിലൂടെ ചെന്ന് നേരിട്ട് കാണുക എന്നുള്ളത്. അവിടെ വരുന്ന ഭക്തജനങ്ങളിൽ 80% പേർക്കും സത്യത്തിൽ ഭഗവാനെ സംതൃപ്തിയോടുകൂടി തൊഴുത് പോകാൻ കഴിയുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഫ്ലൈ ഓവർ 18ാം പടി കയറി ഫ്ലൈ ഓവർ വഴി കറങ്ങി വന്ന് ആ ഭഗവാന്റെ ഭഗവാന്റെ മുന്നിലൂടെയുള്ള 3 ബാരിക്കേഡിൽ കൂടി ഏതാണ്ട് ഒരു മിനിറ്റിൽ 250 മുതൽ 300 പേർ വരെയാണ് ഒരു മിനിറ്റിൽ കടന്നു പോകുന്നത്. 250 മുതൽ 300 പേർ വരെയാണ് ഒരു മിനിറ്റിൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കേവലം 4-5 സെക്കൻഡ് മാത്രമാണ് അവർക്ക് ദർശനം ഇപ്പോൾ സാധ്യമാകുന്നത്. നിങ്ങൾക്ക് ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ 80% പേർക്കും തൃപ്തിയോടെ അല്ല അവരെന്ന് മടങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് പേർ ഫോൺ വഴിയും കത്തുകൾ മുഖാന്തരവും ഒക്കെ ഞങ്ങളോട് നിരന്തരം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളൊന്ന് ട്രയൽ നടത്താം എന്ന് തീരുമാനിച്ചത്. 18ാം പടി കയറി നേരെ ബലിക്കല്ലിന് ഇരുവശത്തും ഒരു വഴിയുണ്ട്. ഇപ്പോൾ തന്നെ ആൾറെഡി ഉണ്ട്. അതുവഴി നേരെ ഭഗവാനിലേക്ക് മുന്നിലേക്ക് പോവുക. നേരെ ഭഗവാന്റെ മുന്നിലേക്ക് നേരെ ശ്രീകോവിലിലേക്ക് നേരെ പോകുമ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് വഴി നടുക്ക് ഒരു ഭണ്ഡാര രൂപത്തിൽ ഡിവൈഡ് ചെയ്ത് ഇടതുവശത്തു കൂടിയും വലതുവശത്തു കൂടിയും കയറ്റി വിടുക എന്നുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇടതുവശത്തു കൂടി ഏതാണ്ടൊരു 20-25 സെക്കൻഡ് നടന്ന് കയറാൻ പറ്റുന്ന രൂപം വന്ന് ഇടത്തോട്ട് തിരിയും. വലതുവശത്തു കൂടി അങ്ങനെ തന്നെയാണ്. പക്ഷേ വലതുവശത്തു കൂടി ചെല്ലുമ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി കുറച്ചുകൂടി ചരിഞ്ഞ് താഴോട്ട് പോയി ഇടത്തോട്ട് തന്നെ തിരിഞ്ഞു പോകും. അവിടേക്ക് തന്നെ ഈ സിവിൽ ദർശനക്കാരുണ്ടല്ലോ, അവർ കൂടി ഒരു 45 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചരിഞ്ഞ് കൂടിച്ചേർന്ന് പോകുന്ന രൂപത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ ദർശനം ആലോചിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു 20 മുതൽ 25 സെക്കൻഡ് വരെ ഭക്തജനങ്ങൾക്ക് ദർശനം കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഈ മാസം മാർച്ച് 14-ന് നട തുറക്കുമ്പോൾ, മീനമാസ പൂജയ്ക്കായി നട തുറക്കുന്നത് മാർച്ച് 14-നാണ്. ആ സമയം മുതൽ നമ്മൾ ഇതിൻ്റെ ട്രയൽ ആരംഭിക്കും. മാർച്ച് 1 മുതൽ അതിൻ്റെ മാർച്ച് 14 മുതൽ 15 രാവിലെ മുതൽ 5 ദിവസം ഇത് ട്രയലായി നടത്തും. ഇതൊന്ന് സക്സസ്സായി മാറിയാൽ വിഷുപൂജയ്ക്കാണ് ഇത് പൂർണ്ണമായും നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. വിഷുപൂജയ്ക്കുള്ള 12 ദിവസം വരും അല്ലേ? 12 ദിവസം ഇത് പൂർണ്ണമായും നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കും. അത് വിജയകരമായി നടന്നാൽ ഇനി ശബരിമലയിൽ ഈ രീതിയിലായിരിക്കും ദർശന രീതി അവലംബിച്ച് മുന്നോട്ട് പോകും. അതിന് ഞങ്ങൾ ഇത് ഇപ്പോൾ പെട്ടെന്ന് പ്രഖ്യാപിച്ചതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ സീസൺ നടക്കുന്ന മാത്രയിൽ തന്നെ നമ്മളിതിൻ്റെയൊക്കെ ആലോചന തുടങ്ങിയതാണ്. ശബരിമലയിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ഞങ്ങൾ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു.
ശ്രീ വി. വാസുവിനുമായി നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, അതുപോലെ തന്നെ ADGP, പോലീസ് കോർഡിനേറ്റർ ADGP ശ്രീജിത്ത്, പിന്നെ നമ്മുടെ തന്ത്രിയുടെ, ആദ്യം ഇത് പെർമിഷൻ കിട്ടേണ്ട ഒരു തന്ത്രിയുടെ പെർമിഷനാണല്ലോ വേണ്ടത്. അത് നേരത്തെ തന്നെ പിന്നെ നമുക്ക് കിട്ടിയിരുന്നു. അങ്ങനെ എല്ലാവരുമായും ഡിസ്കസ് ചെയ്തു. തന്ത്രിയുമായിട്ടും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുമായിട്ടും ADGP ഒക്കെ ആയിട്ടും എല്ലാവരുമായും ഡിസ്കസ് ചെയ്ത് ഞങ്ങളുടെ മരാമത്ത് വിങ് തയ്യാറാക്കിയ ഒരു പ്ലാൻ, ആ പ്ലാൻ അനുസരിച്ചാണ് ഇപ്പം അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാനിവിടെ പോയിരുന്നു, അതിൻ്റെ കാര്യങ്ങൾ ഞാനും മെമ്പറൊക്കെ പോയിരുന്നു. അപ്പം അത് വിലയിരുത്തിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരുമായും കൂടി ആലോചിച്ചാണ് ഈ ഒരു പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്കുള്ള ഒരു ദർശന വിഷമത്തിനുള്ള ഒരു പരിഹാരമായി മാറും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതോടൊപ്പം ശബരിമലയിൽ പൂജിച്ച സ്വർണ്ണ ലോക്കറ്റുകളും സ്വർണ്ണ നാണയങ്ങളും വിഷുദിനത്തിൽ വിതരണം ആരംഭിക്കും. അയ്യപ്പന്റെ ചിത്രം പതിച്ച 8 ഗ്രാം, 4 ഗ്രാം തൂക്കത്തിലുള്ള സ്വർണ്ണ ലോക്കറ്റുകളും 1 ഗ്രാം, 2 ഗ്രാം, 4 ഗ്രാം, 8 ഗ്രാം തൂക്കത്തിലുള്ള സ്വർണ്ണ നാണയങ്ങളുമാണ് ഭക്തർക്ക് ലഭ്യമാക്കുക. M5 ന്യൂസ്, തിരുവനന്തപുരം. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.